സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പാർട്ടിനിട്ട് വന്നപ്പോഴേ ഒരു വീട് കണ്ടു. നല്ല അതിമനോഹരമായൊരു വീടാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഡിസൈനിൽ ചെയ്തൊരു വീടാണ്. അതിൻ്റെ മുറ്റൊക്കെ കണ്ടിട്ട് ഇപ്പോൾ രക്ഷയില്ല. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. സെജ്ന നാസർ ദമ്പതികളുടെ ഇരുനില 3 ബെഡ്റൂമുള്ള ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ഒരു അതിഗംഭീരമായൊരു വീടാണിത്. എൻ്റെ ജോലിക്കിടെ ഞാൻ അവിടെ വരെ പോകേണ്ടി വന്നപ്പോൾ, ആ വീടിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണേണ്ടി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് തോന്നി, ഞാൻ അപ്പോൾ എടുത്തൊരു ചെറിയൊരു വീഡിയോയാണിത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമല്ലോ. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഓവർബ്രിഡ്ജിൻ്റെ താഴെയാണ് ഈ സ്ഥലം വരുന്നത്. 7 സെൻറ്റിൽ നിർമ്മിച്ചെടുത്ത ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വീടിൻ്റെ നേരെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് സ്ഥലമാണ് ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഒരു വെറൈറ്റി സംഭവം ഉണ്ട്. അത് കണ്ടപ്പോൾ നേരെ ഫസ്റ്റ് തന്നെ ഈ വീഡിയോ എടുക്കാൻ നേരത്തെ ഉള്ളിലേക്ക് വന്നാണ്. എന്താ സംഭവിച്ചാൽ ഫ്ലഷ് വേസ് എങ്ങനെയാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞതാ ഒരു ഫ്ലഷ് വേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇതാ, ഒരു സ്ഥലം വരെ ഒഴിവാക്കാതെ ഉള്ള സ്ഥലത്ത് ഒതുക്കി ഇത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. വീട് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് കേട്ടോ. ഇത് അതിൻ്റെ വേറൊരു പോർഷനാണ്. പിന്നെ നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാൾ ഇവിടെ ചെയ്തിട്ടുള്ളത് വൈറ്റ് പെയിൻറ്റിൽ, പിന്നെ കർട്ടൻ്റെ കളർ ഒരു ചെറിയൊരു ഗ്രേ ടച്ച്, പിന്നെ സോഫ ഒരു കോഫി കളർ ടച്ച് കേട്ടോ. അടിയിലേക്ക് ടേബിളുണ്ട്. ഇനി നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെ പ്രത്യേകം മനോഹരമാക്കാനായിട്ട് ഇവരൊരു ഫ്ലവർ വേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടത്തൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു ഡിസൈൻ ആക്കാം. പിന്നെ ഇവിടെ കൊടുക്കുന്ന ഒരു ഫ്രെയിമാണ് ഭയങ്കര രസമുള്ള ഫ്രെയിമാണ്. ഡൈനിങ് ഹാളിൽ നേരെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഒരു കോമൺ ബെഡ്റൂമാണ് ഇവിടെ. അപ്പോൾ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു ഡാർക്ക് ഫിറോസി അല്ല, ഒരു ഗ്രീനും അല്ലാത്തൊരു കളർ, ഈ കളറിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കബോർഡ്, ഇത് അൽമാർ കബോർഡ് കാര്യങ്ങൾ, പിന്നെ ചെറിയ ഫ്രെയിം, AC ഉണ്ട്, പിന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് നേരെ ഫ്രണ്ടിലേക്കാണ് വരുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും ആവശ്യമുള്ളൊരു സ്ഥലവും അതേപോലെ തന്നെ ഏറ്റവും മനോഹരമായൊരു സ്ഥലമാണ് ഈ കിച്ചൺ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവരിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ലൊരു മെഹന്തി ആൻഡ് വൈറ്റ് ടച്ചിലാണ്. പിന്നെ കബോർഡ് കാര്യങ്ങളൊക്കെ ഫുള്ള് മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ട് ചെയ്ത സംഭവമാണ്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കയറുമ്പോൾ കാണുന്ന ഫ്രിഡ്ജ് ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ്. പിന്നെ ഓവൻ വെക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ. അവിടെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റാക്ക് കാര്യങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ ഫുഡ് കഴിക്കാനുള്ളവർക്ക് ചെറിയ ഒരു ടേബിൾ, 2 ചെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്യാസ് ഇവിടെ ഉള്ളത്, ഗ്യാസ് അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ആവി കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകാനുള്ള ഇതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഷിംഗ് മെഷീൻ കിച്ചൺ തന്നെയാണ് ഉള്ളത്. ഇതിന് ഏത് കബോർഡ് ഉപയോഗിച്ചിങ്ങനെ അറിയാൻ പറ്റുമോ? ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഈ കിച്ചണിൽ ചെയ്തിരിക്കുന്നത് ഹൈഡായിട്ട് ഒരു ചെറിയൊരു കർട്ടൻ മാതിരി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ
നമുക്ക് മിക്സി കാര്യങ്ങൾ ഇതാ ഇത് ഇങ്ങോട്ട് സ്പ്ലിറ്റ് ഇതിങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ വരാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നത്. മിക്സി ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ മിക്സി യൂസ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യുക. ഏതാ സെറ്റപ്പ് വരാം. അതുപോലെ തന്നെ ഓവൻ, പിന്നെ ഇനിയിപ്പോൾ വാഷ് ബേസ്, നമ്പർ കൊടുത്തിട്ടില്ല. തിരുനാവായ എടക്കുളത്തേക്ക് ട്രിപ്പ് വന്നപ്പോൾ ചെറിയ കുറച്ച് സമയം കിട്ടിയാട്ടോ. അപ്പോൾ ആ സമയത്ത് എടുത്തൊരു വീടാണിത്. അപ്പോൾ അവർ വീട്ടിൽ താമസം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രൈവസിയാണ്, നമ്മൾ ബെഡ്റൂം കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് പിന്നെ പ്രൈവസി ഇല്ല. അതുകൊണ്ട് പിന്നെ അത് ആ ഭാഗം ഒഴിവാക്കി. അപ്പോൾ അവർ മാസ്റ്റർ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ മുകളിലാട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല. തൽക്കാലം താഴത്തുള്ള കുറച്ച് കിച്ചണും ഡൈനിങ് ഹാളും കുറച്ച് ഭാഗങ്ങൾ കാണിച്ചതാണ്. ഭയങ്കര മനോഹരമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇത്രയും പറയുന്നത് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തു. ബൈ ബൈ, സീ യു.